സമകാലികം. ജനശബ്ദം, ജനങ്ങളുടെ ശബ്ദം. എറണാകുളം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളുടെ വിലയിരുത്തലുകളാണ് ജനശബ്ദത്തിൽ കുറച്ചുനാളുകളായി പ്രക്ഷേപണം ചെയ്തു വന്നിരുന്നത്. ഇതിന് ജനപ്രതിനിധികൾ നൽകിയ മറുപടിയാണ് ഇന്ന് ജനശബ്ദത്തിൽ. ഭാരം സൂക്ഷിക്കുന്ന പെട്ടിയുള്ള സ്ഥലം വാരപ്പെട്ടിയായി. ആദ്യം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലേക്ക്. എല്ലാ സൗകര്യങ്ങളും കൊണ്ട് കുട്ടികൾക്ക് അത്രയും കോമ്പൗണ്ടുള്ള ഒരു ഗവൺമെന്റ് സ്കൂൾ കാണൂല. പിന്നെ ആ കെട്ടിടം പഴയത് തന്നെയാണ്. അത് പുതുക്കി പണിയേണ്ട കാലം എത്രയോ ആയി. റോഡൊക്കെ നല്ല അടിപൊളി റോഡാ. ആ ഓടയിൽ വെള്ളം കെട്ടിക്കിടക്കും. അത് വെള്ളം കീഴോട്ട് പോവില്ല. വാർഡുകളിലേക്കുള്ള ഫണ്ട് വിനിയോഗം അതൊരു ഏകീകൃതമല്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു നീന്തൽക്കുളം ഇല്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മ. ജനശബ്ദത്തിൽ പറഞ്ഞ പ്രശ്നങ്ങൾ ഭരണസമിതിക്ക് മുമ്പ് ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ പരമാവധി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചിട്ടുണ്ട്. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രശേഖരൻ നായർ. കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുക മാത്രമല്ല, നെല്ല്, വാഴ, തെങ്ങ് എന്നിവയ്ക്കുള്ള വളം, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവ ധരിക്കുന്നതിന് വേണ്ടി അതിനാവശ്യമായ ഫണ്ട് നീക്കിവെക്കുകയും വർഷക്കാലത്ത് തന്നെ പൂർണ്ണമായി അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറഞ്ഞത്, ക്ഷീര കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി കന്നുകുട്ടി പരിപാലനത്തിനായിരുന്നുവെങ്കിൽ സബ്സിഡി കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് പശുക്കൾക്കും 6 മാസം കാലിത്തീറ്റ കൊടുക്കുന്ന പദ്ധതി കൂടി അത് പൂർണ്ണതോതിൽ ഇപ്പോൾ നടപ്പാക്കി കഴിഞ്ഞ ദിവസം അതിന്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് NCFന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. മെയിൻ കളക്ഷൻ ഫെസിലിറ്റി മാലിന്യം സംസ്കരിക്കുന്നതിനും വേർതിരിക്കുന്നതിനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ജനശബ്ദത്തിലുണ്ടായി. അത് പരിഹരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് റവന്യൂ പുറമ്പോക്ക് 40 സെന്റ് സ്ഥലം സർക്കാരിൽ നിന്ന് വാങ്ങിച്ചെടുക്കുകയും 1 കോടി രൂപ മുടക്കി കേരളത്തിലെ ഏറ്റവും മോഡൽ NCF അത്യാധുനിക രീതിയിലുള്ള മോഡൽ NCF ആരംഭിച്ച് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു. 30-ാം അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് പഞ്ചായത്ത് സ്വീകരിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ പഴയ ടീച്ചർ ചില കാര്യങ്ങളിൽ നിന്ന് ഓടകൾ നന്നാക്കുന്ന കാര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ ഉണ്ടായി. ആ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് ബന്ധപ്പെട്ട PWD വകുപ്പിന് അതുമായി ബന്ധ തീരുമാനമെടുത്ത് നടപ്പാക്കുന്നതിന് വേണ്ട നിർദ്ദേശം കൊടുക്കുകയും അതുപോലെ തന്നെ താലൂക്ക് വികസന സമിതിയിൽ ഈ വിഷയം ഉന്നയിക്കുകയും മഴ മാറിയാൽ തന്നെ അത് ഉടൻ പരിഹരിക്കാമെന്ന് താലൂക്ക് വികസന സമിതി തന്നെ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഉറപ്പ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രൈമറി ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയ മന്ദിരം പണിയുമെന്ന നിർദ്ദേശം വച്ചത്. ആ നിർദ്ദേശത്തിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട MLAയുമായി ബന്ധപ്പെട്ട് അതിന് തുക അനുവദിക്കുകയും ഈ 28-ാം തീയതി 10 മണിക്ക് അതിന് ശിലാസ്ഥാപനം സ്ഥാപിക്കുന്നതിനുള്ള നടപടികളും പഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നീന്തൽ പരിശീലനം നടത്തുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. 6 ചിറകളാണ് നവീകരിച്ച് നീന്തൽ പരിശീലനത്തിനായി ഒരുക്കിയിട്ടുള്ളത്. അന്താരാഷ്ട്ര നിലവാരമുള്ള തുറ വേണമെന്നുള്ള ആവശ്യം ശരിയാണ്. പഞ്ചായത്തിന്റെ സാമ്പത്തിക സ്ഥിതി കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുമോ എന്ന പ്രയാസം നമുക്കുണ്ട്. എങ്കിലും അതിനുവേണ്ടി പഞ്ചായത്ത് ശ്രമം നടത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്, വാർഡുകളിലെ റോഡുകൾ നന്നാക്കുന്ന കാര്യത്തിൽ വേർതിരിവ് കാണിച്ചിട്ടുണ്ട് എന്നാണ്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, ഈ മഴ മാറിയാൽ പഞ്ചായത്തിന്റെ മുട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന മുഴുവൻ റോഡുകളും നന്നാക്കുന്നതിന് വേണ്ടി അതിനാവശ്യമായ തുക അനുവദിക്കുകയും TS കിട്ടി ടെൻഡർ നടപടി സ്വീകരിച്ച് എഗ്രിമെന്റ് വെച്ച് പണി ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി പഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടുണ്ട്. 1 മാസം മഴ മാറി നിന്നാൽ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് പഞ്ചായത്തിലെ നിലവിലുള്ള പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന മുഴുവൻ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. പറഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങൾ ജനശബ്ദം പഞ്ചായത്ത് ഭരണസമിതി അത് ഉൾക്കൊണ്ടുകൊണ്ട് നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എല്ലാ നടപടികളുമാണ് ജനങ്ങളോടൊപ്പം നിന്ന് ഈ ഭരണസമിതി നടത്തിയിട്ടുള്ളത്. ഇനി കുട്ടമ്പുഴയിലേക്ക് പോകാം. ഞങ്ങൾ 5 രൂപ കേട്ടാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങൂല പുറത്തേക്കൊന്നും. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ അവിടെ ആന ഉണ്ടായിരുന്നു. പേടിച്ച് വരച്ചൊക്കെ എല്ലാവരും കഴിയുന്നത്. ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഇതിലേക്ക് എത്തിക്കുവാണെങ്കിൽ മാമലക്കണ്ടം വേറെ ഒരു ലെവലിലേക്ക് എത്തും. ഒരു 5 വർഷം മുമ്പ് വരെയും ഒരു ജീവിനെയും പേടിക്കണ്ടായിരുന്നു. എല്ലാ ജീവികളും വീട്ടിൽ വന്ന മനുഷ്യനെ കൊല്ലാൻ തുടങ്ങും. അതിന് ഈ കുടിക്കൊരു സംവിധാനം വേണം. കറണ്ടും ഇല്ല, വഴി തീരെ മോശം, പിന്നെ പ്ലാവന കടവ്, അത് മെയിൻ പ്രശ്നമാണ്. ഞങ്ങൾക്ക് വർഷക്കാലത്ത് വണ്ടി കടത്താൻ പറ്റില്ല.
ഇവിടെ ജനങ്ങൾ പറഞ്ഞ വിഷയങ്ങളിൽ ആന ശല്യം വളരെ രൂക്ഷകരമാണ് നമ്മുടെ ഈ പഞ്ചായത്തില്. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ പറയുന്നത് കേൾക്കാം. പഞ്ചായത്തിലെ 17 വാർഡുകളിൽ വലിയ മൃഗശല്യമുള്ള മേഖലയാണ്. അതിന് നമ്മൾ കുറെ പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു 50 ലക്ഷത്തോളം രൂപ നമ്മൾ ഫോറസ്റ്റിന് കൈമാറിയിട്ടുണ്ട് വിവിധ വാർഡുകളിൽ ഫെൻസിങ്ങിന് സ്ഥാപിക്കാൻ വേണ്ടി. അതുകൂടാതെ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ വന്യമൃഗശല്യത്തിന് മൂലം ഫെൻസിങ് വ്യക്തികൾക്ക് തുക കൈമാറിയിട്ടുണ്ട്. പിന്നെയുള്ളത് റോഡുമായി ബന്ധപ്പെട്ടാണ്. റോഡിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ റോഡുകൾ ഇവിടെ ഫോറസ്റ്റിന്റെ NOC കിട്ടണം, എന്നാലാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ കഴിയുള്ളൂ. ആ NOC കിട്ടിയാലും ഈ കല്ലിലമേട് ഭാഗത്ത് പോലെയുള്ള സ്ഥലങ്ങളിൽ ഏത് സമയത്തും വർക്ക് ചെയ്യാൻ കഴിയില്ല. അവിടെ പാലം ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം നിലനിൽക്കുക. അപ്പൊ പാലം ഇവിടെ ആവശ്യപ്പെട്ട പ്രകാരം പഞ്ചായത്തിന് നമുക്ക് ഏറ്റെടുത്ത് ആ പാലം പണിയാനായിട്ട് കഴിയില്ല. അത് സർക്കാർ തലത്തിൽ തന്നെ അത് ചെയ്താലാണ് അവർക്ക് അതിൻ്റെ അകത്ത് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയുള്ളൂ. ഫണ്ടുകൾ വിനിയോഗിക്കണമെങ്കിൽ സർക്കാർ തന്നെ ആവണം. കോടിക്കണക്കിന് രൂപ വരുന്ന ഇതാണ്. അതുപോലെ തന്നെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് അവിടെ വെട്ടം വെളിച്ചം വൈദ്യുതി ഇല്ല, മണ്ണെണ്ണ പോലും ഇല്ലാതെയാണ് ഇപ്പം ആ ഉന്നതിയിലെ ആളുകളൊക്കെ താമസിക്കുന്നത്. തേര, വാര്യം, കുറിയുംപെട്ടിയുള്ള ആളുകൾക്കൊക്കെ കുറച്ച് ദിവസമാണ് മണ്ണെണ്ണ അനുവദിച്ചത്. 3 വർഷ കാലയളവിൽ മണ്ണെണ്ണ പോലും അവർക്കില്ലാതെയാണ് അവരവിടെ ജീവിക്കുന്നത്. ഇതിന് നിരവധി അപേക്ഷകളും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പാസ്സായി കിട്ടിയില്ല. ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഞ്ചായത്തും സർക്കാരും കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോയാലാണ് നമുക്ക് ടൂറിസ്റ്റ് വികസനം ഇവിടെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് കഴിയുക. അല്ലാതെ സൂചിപ്പിച്ച ഒരു ഭാഗം എന്ന് വെച്ചാൽ ബ്ലാവന പാലമാണ്. 360ഓളം കുടുംബങ്ങളാണ് അവിടെ താമസിക്കുന്നത്. മെഡിക്കൽ ആവശ്യങ്ങൾ വന്നാൽ പോലും അവര് വരുന്നത് 10-17 കിലോമീറ്റർ താണ്ടി ഓഫ് റോഡുകളിലാണ് വരുന്നത്. ഒരു മെഡിക്കൽ വരുമ്പോൾ തിരിച്ച് ഇറങ്ങി വരുമ്പോൾ തന്നെ താമസിക്കും. ആ കടത്ത് കടന്നിട്ടാണ് അവർക്ക് വരാൻ കഴിയുള്ളൂ. വളരെ അത്യാവശ്യമാണ്. കുറെ മരണങ്ങൾ അന്നത്തെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഴക്കാലത്ത് 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഇടവേള, അക്കരെ കടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുക. പഞ്ചായത്ത് ചെയ്യാനായിട്ട് കഴിയില്ല, കാരണം തുക കൂടുതലാണ്. അത് സർക്കാർ തലത്തിൽ തന്നെ നമുക്കത് ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ്. അതുകൂടാതെ വനിതകൾക്ക്, ഗ്രൂപ്പുകൾക്ക് സ്വയം തൊഴിലിന് സഹായം നൽകി വരുന്നുണ്ട്. റോഡുകൾ മറ്റ് വർക്കുകളൊക്കെ നമ്മൾ ചെയ്തു വരുന്നു. ഉത്പാദന മേഖലയിലൊക്കെ നമ്മൾ എല്ലാ പദ്ധതികളും തന്നെ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ട്. ഇനി ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്ത്. പെരിയാറും കഴിഞ്ഞൊരു 30 വർഷം കൊണ്ട് ഒഴുക്ക് നിലച്ച്. അതിന് പ്രധാനപ്പെട്ട കാരണം മണൽ പൂർണ്ണമായും തന്നെ വാരി മാറ്റുകയും എക്കൽ വന്ന് അടിഞ്ഞ് പുഴ തന്നെ ഏകദേശം ശോഷിച്ച് ഒരു 50% താഴെ വിസ്തൃതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു പരിധി വരെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പാലം വന്നെങ്കിലും അതുമായി ബന്ധപ്പെടുന്ന റോഡ് നെറ്റ്വർക്കുകൾ ഇപ്പോഴും ആ തരത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പാലങ്ങളുടെ പൂർണ്ണമായ ഗുണം ലഭ്യമായിട്ടില്ല. അതേപോലെ തന്നെ 55 കൊല്ലം പഴക്കമുള്ള വെള്ളാരപ്പള്ളി ലിഫ്റ്റ് ഇറിഗേഷന്റെ അപ്ഡേറ്റ് കനാലുണ്ട്. ആ കരിങ്കല്ല് തകർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയിൽ ഊന്നി നിന്നുകൊണ്ട് ജീവിച്ചു പോകുന്ന ജനവിഭാഗങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ശ്രീമൂലനഗരം പഞ്ചായത്ത് പ്രസിഡന്റ് VM ഷംസുദ്ദീൻ. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് മിക്കവാറും 50 ലക്ഷം 55 ലക്ഷം രൂപ വെച്ച് ഓരോ വർഷവും പ്രത്യേകമായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. നെൽകൃഷി വളരെയധികം കുറവാണ്. എന്നിരുന്നാലും തരിശ് ഭൂമി ഏതാണ്ട് 25 ഏക്കറോളം ഭൂമി ഏറ്റെടുത്ത് പല ആളുകളായിട്ട് ഇവിടെ കൃഷി ചെയ്ത് വരുന്നുണ്ട്. 10-20 കൊല്ലം മുൻപ് തന്നെ ഏതാണ്ട് ഒരു 100-300ഓളം ഇഷ്ടികക്കളങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ ഇഷ്ടികക്കളങ്ങൾക്ക് വേണ്ടി മണ്ണെടുത്ത് ആകെ കുഴിയായിട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ ഒരുപാടുണ്ട്. അത് ഞങ്ങളൊന്നും അതിന് ഉത്തരവാദികളുമല്ല. എന്തായാലും ഇപ്പോൾ കുറെയൊക്കെ നല്ല രീതിയിലേക്ക് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. വെള്ളാരപ്പള്ളി ലിഫ്റ്റ് ഇറിഗേഷന്റെ കാര്യം അതിൽ പറഞ്ഞിട്ടുണ്ട്. വെള്ളാരപ്പള്ളി ലിഫ്റ്റ് ഇറിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ 20 ലക്ഷം രൂപ പഞ്ചായത്തിന്റെ ഓൺ ഫണ്ട് വെച്ചുകൊണ്ട് അതിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം വെച്ചിരുന്നതാണ്. നമ്മളുടെ പഞ്ചായത്ത് പ്രദേശത്തുള്ള ബിൽഡിംഗ് ടാക്സുകളാണ് മുഖ്യമായ വരുമാനം. ലൈസൻസ്, അതുപോലെ മറ്റുള്ള ചെറുകിട ബിസിനസ്സുകൾ, വ്യാപാരങ്ങൾ എല്ലാം തന്നെ വളരെ കുറവാണ്. അതിനുശേഷം ഈ വർഷം വീണ്ടും അതിനു വേണ്ടിയിട്ട് നമ്മൾ 20 ലക്ഷം രൂപ വയ്ക്കുകയും അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അടക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ടെൻഡർ നടപടികൾ എല്ലാം പൂർത്തീകരിച്ച് അതിന്റെ വർക്ക് തുടങ്ങാനായിട്ട് പോവുകയാണ്. മറ്റൊന്ന്, വളരെ കൃത്യമായ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഒത്തിരി ആളുകൾ കലാ സാംസ്കാരിക രംഗങ്ങളിലും സാഹിത്യ രംഗങ്ങളിലും ഒക്കെ നിലകൊള്ളുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. പഞ്ചായത്തിന്റെ ലൈബ്രറി പഞ്ചായത്ത് ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിലേക്ക് ഈ വർഷം മാത്രം നമ്മളിപ്പോൾ 50,000 രൂപ ബുക്സുകൾ കാര്യങ്ങൾ എല്ലാം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞ 3 വർഷവും തുടർച്ചയായിട്ട് നമ്മളുടെ ഗ്രാമപഞ്ചായത്താണ് കേരളോത്സവത്തിൽ ചാമ്പ്യന്മാരായി വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ മുറ്റം നമ്മളുടെ ഡിജിറ്റൽ സാക്ഷരതയിൽ കേരളത്തിൽ 2ാം സ്ഥാനവും എറണാകുളം ജില്ലയിൽ 1
ഒന്നാം സ്ഥാനവും വാങ്ങിയിട്ടുള്ള പഞ്ചായത്താണ് നമ്മളുടേത്. ആരോഗ്യ രംഗങ്ങളിലെ ആർദ്രം പദ്ധതി പ്രകാരം അവാർഡ് വാങ്ങിയിട്ടുള്ള പഞ്ചായത്താണ്. NREG വർക്ക് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ചെയ്ത ബ്ലോക്ക് പഞ്ചായത്തിലെ ഒരു പഞ്ചായത്ത് നമ്മളുടേതാണ്. 2024-25 വാർഷിക പദ്ധതിയിൽ നമുക്ക് ലഭ്യമായ മുഴുവൻ തുകയും ചെലവഴിച്ചതിനുള്ള ജില്ലാ ആസൂത്രണ സമിതിയുടെ അവാർഡും സ്വന്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹോസ്പിറ്റൽ രംഗത്ത് ഇപ്പോ ഒരു 1-2 ചെറിയ പരാതികൾ ഇതിൽ ഞാൻ കേട്ടു. കേരളത്തിൽ ഏറ്റവും ആദ്യമായിട്ട് വന്ന ഒരു കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത് ശ്രീമൂലനഗരമാണ്. അതായത് അലോപ്പതിയും ഹോമിയോപ്പതിയും ആയുർവേദവും ഒരു കോമ്പൗണ്ടിൽ തന്നെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്താണ്. ആർദ്രം പദ്ധതിയിൽ നമ്മൾ അവാർഡ് വാങ്ങിയതാണല്ലോ. ഇപ്പൊ ഈ UHID കാർഡ് ഏർപ്പെടുത്തിയതിന് ശേഷം ഈ പറയുന്നത് പോലെ ടോക്കൺ സമ്പ്രദായം ആളുകൾ വരുമ്പോൾ അവിടെ ഒരു അല്പം തിരക്ക് അനുഭവപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് അത്. ആ ID എല്ലാവർക്കും ആയാൽ പിന്നെ ആ ഭാഗത്ത് തിരക്ക് വരുന്ന പ്രശ്നമോ അതല്ലെങ്കിൽ അവിടെ ആളുകൾ ക്യൂ നിൽക്കുന്ന പ്രശ്നമോ ഇതൊന്നുമില്ല. അകത്തിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ഫാനുകൾ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. മറ്റ് ഇതര റോഡ് മേഖലകൾ എല്ലാം തന്നെ 50ഓളം റോഡുകൾക്ക് ഇപ്പൊ തന്നെ ടെൻഡർ ഉറപ്പിച്ച് അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ റീടാറിംഗ് വർക്കുകളെല്ലാം തന്നെ തുടങ്ങാനുള്ള തീരുമാനത്തിലേക്ക് നീങ്ങി ടെൻഡർ നടപടികൾ ഉൾപ്പെടെ കഴിഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ ജലജീവൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളും പൂർണ്ണമായിട്ടും തീർന്ന് പൂർണ്ണമായിട്ടും റോഡുകളും അറ്റകുറ്റപ്പണികൾ ചെയ്തിട്ടുള്ള ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് ഈ അടുത്ത പ്രദേശത്ത് ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്താണ്. ഇനി പാലക്കുഴ പഞ്ചായത്തിലേക്ക്. നമുക്കിവിടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു കക്കൂസും കുളിമുറി, കാരണം അതില്ല ഇവിടെ. മലിനീകരണം ഒഴിവാക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നേരത്തെ കിടത്തി ചികിത്സയൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം അത് കുറേ നാളായിട്ട് നിന്നു പോയിരിക്കുകയാണ്. പിന്നെ ഈ ജംഗ്ഷൻ എന്നുള്ള നിലയിൽ ഒരു ട്രാഫിക് സംവിധാനം ഇല്ല ഇവിടെ. ഞങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. പാലക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ KA. പഞ്ചായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സാ ധനസഹായം കൊടുക്കുന്നതിനും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ അടിയന്തര സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനും പഞ്ചായത്തിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഫണ്ട് നൽകിക്കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഉപ്പുകണ്ടം പ്രദേശത്തുനിന്ന് ഉയർന്നു വന്ന പൊതുസ്ഥലത്ത് ടോയ്ലറ്റ് ഇല്ല എന്നുള്ളൊരു വിഷയത്തിന് നമുക്ക് അവിടെ പൊതുസ്ഥലം ലഭ്യമായ കരിമ്പന വളപ്പ് ഭാഗത്ത് ടേക്ക് എ ബ്രേക്ക് 37 ലക്ഷം രൂപ മുടക്കി പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. പുതിയ പഞ്ചായത്ത് ഓഫീസിന്റെ പണി പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നതിനും അതോടൊപ്പം കോൺഫറൻസ് ഹാളിന്റെയും പണി പൂർത്തീകരിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. 13 വാർഡുകളിലെയും റോഡുകൾ കൃത്യസമയത്ത് പുനരുദ്ധാരണം നടത്തിയും പുതിയ റോഡുകൾ നിർമ്മിച്ചു നൽകിയും ജില്ലാ, ബ്ലോക്ക്, MP, MLA ഫണ്ടുകളും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും കൂടി പ്രയോജനപ്പെടുത്തി റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. റോഡുകൾക്ക് വേണ്ടിയിട്ട് ഏകദേശം 4 കോടി രൂപയോളം ചെലവഴിച്ചിട്ടുണ്ട്. ജലജീവൻ പദ്ധതി പ്രകാരം പൈപ്പുകൾ സ്ഥാപിച്ചതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള മെയിൻ്റനൻസ് പണികൾ നടന്നു വരുന്നു. മറ്റൊരു സ്വപ്ന പദ്ധതിയാണ് ആധുനിക ഗ്യാസ് ക്രിമിറ്റോറിയം. ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് പഞ്ചായത്ത് 60 ലക്ഷം രൂപ നീക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ 685 പാലിയേറ്റീവ് രോഗികളുണ്ട്. ഈ രോഗികളുടെ എല്ലാം വീടുകളിൽ കൂടെ പോയി അവരെ സന്ദർശിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തെയും ആയുർവേദത്തെയും ഹോമിയോ ആശുപത്രിയെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള പരിശോധനകളും പ്രവർത്തനങ്ങളും നടപ്പിലാക്കി വരുന്നു. സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പാലക്കുഴ ഗ്രാമപഞ്ചായത്തിലെ കല്ലിരിക്കും കണ്ടംകുളം പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടുകൂടി കെട്ടി സംരക്ഷിക്കുന്നതിനും നീന്തൽ പരിശീലനത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. ആശ്രയ, അതിദാരിദ്ര്യം, പാലിയേറ്റീവ്, ഭിന്നശേഷിക്കാർ, കുട്ടികൾ, വയോജനങ്ങൾ, വനിതകൾ, യുവാക്കൾ തുടങ്ങി സമൂഹത്തിലെ ചേർത്ത് നിർത്തേണ്ട ആളുകളെ കണ്ടെത്തിക്കൊണ്ട് വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കുന്നതിന് പഞ്ചായത്ത് പ്രത്യേക ഊന്നൽ നൽകി. വയോജനങ്ങൾക്ക് പാലനിൽക്കും തടത്തിൽ പകൽ വീട് ആരംഭിക്കുകയും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തും മുന്നോട്ടു പോകുന്നു. കൂടാതെ വയോജന ക്ലബ്ബുകൾ രൂപീകരിക്കുകയും വിനോദയാത്ര തുടങ്ങിയ പരിപാടികൾക്ക് അംഗീകാരം വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. 64ഓളം സംരംഭങ്ങൾ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ലൈഫ് ലിസ്റ്റിലും PMAY ലിസ്റ്റിലും ഉൾപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീട് നൽകാൻ സാധിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് സൗജന്യമായിട്ട് ഭൂമി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ നടന്നു വരുന്നു. ഗ്രാമപഞ്ചായത്തിന് ഈ കാലയളവിൽ ഏകദേശം 19ഓളം അംഗീകാരങ്ങൾ നേടിയെടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതിദരിദ്രർ ഇല്ലാത്ത പഞ്ചായത്ത്, ഡിജിറ്റൽ സാക്ഷരത പൂർത്തീകരിച്ച പഞ്ചായത്ത്, മാലിന്യ മുക്ത പഞ്ചായത്ത്, സമ്പൂർണ്ണ ODF പ്രഖ്യാപിച്ച പഞ്ചായത്ത്, മലമ്പനി മുക്ത പഞ്ചായത്ത് എന്നീ ബഹുമതികളും നേടിയെടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. 100% ഹരിതകർമ്മസേന യൂസർ ഫീ പിരിക്കുന്ന പഞ്ചായത്തായിട്ടും അതോടൊപ്പം വയോജന സൗഹൃദ പഞ്ചായത്ത്, ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത്, ബാല സൗഹൃദ പഞ്ചായത്ത്, 100% ഹരിത ഓഫീസുകൾ
സ്കൂളുകൾ, 100% ഹരിത വിദ്യാലയങ്ങൾ, 100% അംഗൻവാടികൾ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റി. ഗവൺമെന്റ് UP സ്കൂൾ ഉപ്പുകണ്ടത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാ ക്ലാസ് റൂമുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റിയിട്ടുണ്ട്. പഞ്ചായത്തിലെ ജനങ്ങൾക്ക് കൃത്യമായ സേവനം ലഭ്യമാക്കിയതിന്റെ ഭാഗമായി തുടർച്ചയായി ISO നേടിയെടുക്കുന്നതിനും കഴിഞ്ഞ 4 വർഷ കാലങ്ങളിലും തുടർച്ചയായി എറണാകുളം ജില്ലയിലെ മികച്ച പഞ്ചായത്ത് എന്ന ബഹുമതിയും അതിന്റെ ഭാഗമായി സ്വരാജ് ട്രോഫി നേടിയെടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. തുടർച്ചയായി 100% നികുതി പിരിവ്, 100% പദ്ധതി വിഹിതം ചെലവഴിക്കൽ, 100% പട്ടികജാതി വികസന ഫണ്ട് ചെലവഴിക്കൽ എന്നിവയ്ക്കുള്ള അംഗീകാരവും കൂടാതെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടപ്പാക്കിയതിന് 2025-26 സാമ്പത്തിക വർഷം പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും അംഗീകാരങ്ങൾ നേടിയെടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾക്ക് സ്വതന്ത്രവും സുരക്ഷിതവുമായ ജീവിതം അവരുടെ അവകാശമാണ്. അത് ഉറപ്പുവരുത്തുക എന്നത് ഭരണാധികാരികളുടെ ഉത്തരവാദിത്വവും. അത് പഞ്ചായത്ത് തലം മുതൽ ഉന്നത തലം വരെ ബാധകവുമാണ്. അഴിമതിരഹിത രാഷ്ട്രം എന്ന കാഴ്ചപ്പാടിലൂന്നിയുള്ള പ്രവർത്തനമാവണം ഓരോ ഭരണാധികാരിയുടേതും. സുതാര്യവും അഴിമതിരഹിതവുമായ ഒരു നാടാവണം നമ്മുടെ ലക്ഷ്യം. എറണാകുളം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ വികസന പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അതത് പഞ്ചായത്തുകളിലെ പൊതുജനങ്ങൾ നൽകിയ പ്രതികരണത്തിന് പഞ്ചായത്ത് ഭരണാധിപന്മാരുടെ മറുപടിയാണ് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത്. ജനശബ്ദം. ജനങ്ങളുടെ ശബ്ദം. നിർവഹണം MV ശശികുമാർ. സഹകരണം ആഭാലാൽ. സമകാലികം.